മോളെ അമ്മേ അമ്മച്ചി രക്ഷയില്ലെന്ന് പപ്പു പറഞ്ഞു. കണ്ടില്ലേ, മുറ്റമെല്ലാം ആരോ തൂത്തിട്ട് പോയിരിക്കുന്നത്. അത് കുഞ്ഞിച്ചിരുതായിരിക്കും. അതല്ലേ അതിശയം, കുഞ്ഞിച്ചിരുത ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, കൂട്ടത്തിൽ ധാരാളം വെള്ളം പോരി വെച്ചിരിക്കുന്നു. എന്തൊക്കെ അതിശയങ്ങളാ കുമാര ഇവിടെ നടക്കുന്നത്. ഈ വീട്ടിലൊരു രക്ഷസോ മറ്റോ കേറി പറ്റിയിട്ടുണ്ട്. എന്റെ പിതൃക്കളെ, എനിക്ക് ഭയമാകുന്നു. അമ്മ ഭയപ്പെടാണ്ടിരിക്കൂ, എല്ലാം നേരെയാവും. ശങ്കുശാരേ. ഓ ഓ ഓ ആ തേങ്ങാക്കൂട് ഒന്ന് വൃത്തിയാക്കിയിരുന്നു. ഓ, രാത്രിയിൽ ഒരു പൂജ നടത്താനാ. ഓ, ഓം ഹ്രീം നമോ ബ്രഹ്മശ്രീരാജിതേ രാജപൂജിതേ ജയ ത്രിഭുവനശങ്കരി ലോകശങ്കരി. ഓഹോ, പരിഹസിക്കുകയാണോ? ശ്രീ ഹും ഫട്ട്. നശിപ്പിക്കരുതേ. വരൂ എന്റെ കൂടെ. ശരി, നീ ഇനി ഇതിനുള്ളിൽ കഴിഞ്ഞോളൂ. അവിടുത്തെ ഇഷ്ടം. എടോ ശങ്കുശാരെ, ഞാൻ മാന്ത്രിക സ്ഥാനം വേണ്ടെന്ന് വെച്ചാൽ എന്തെന്ന് ചിന്തിക്കുക. അയ്യോ, അതെന്താങ്ങുന്നേ? കുടുംബസ്ഥനാണ്. താനെന്താ ഒന്നും മിണ്ടാത്തത്? അയ്യോ, മിണ്ടാനുള്ള ശക്തി ഇല്ലേ എനിക്ക്. ബ്രഹ്മചര്യം മതിയായി. പിൻഗാമിക്ക് മന്ത്രോപദേശം കൊടുക്കാതെ താൻ ഒഴിയാൻ പറ്റുമങ്ങുന്നേ? ആർക്ക് കൊടുക്കോടോ? കളിയിക്കലെ ഷെയർ ഞാൻ കൊടുക്കില്ല. മറ്റ് ശാഖകളിലൊന്നും പറ്റിയ ആളുമില്ല. എന്റെ അനന്തരവന് വയസ്സ് 12 ഉള്ളൂ. ഇവന്റെ പാഴ്മനസ്സിൽ തോന്നുന്നത് ബോധിപ്പിച്ച അവിടുന്ന് കോപിക്കരുത്. മാന്ത്രിക സ്ഥാനം കൈവിടാതെ മുഴുവനും പറയടോ. സ്ഥാനം കൈവിടാതെ തന്നെ കുടുംബസ്ഥനാകരുതോ എന്നാണ് ശങ്കു ചോദിക്കാൻ വന്നത്. തറവാട്ട് നിയമം തെറ്റിച്ച് അധർമ്മം പ്രവർത്തിക്കണമെന്നാണോ താൻ പറയുന്നത്? ഈ ധർമ്മവും അധർമ്മവും ഒക്കെ നമ്മുടെ സങ്കല്പങ്ങളാ അങ്ങുന്നേ. വന്നാട്ടെ വന്നാട്ടെ. കുട്ടിയെ വിളിക്കൂ.
ആവട്ടെ. കേശവൻ നായരുടെ മകളെ താൻ കണ്ടില്ലേ? അയ്യോ, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. മഹാലക്ഷ്മിയെ പോലൊരു പെൺകൊച്ച്. ഞാൻ എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കുക ശങ്കുശാരെ. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന പോലെയാണ്. ശങ്കുശാരെ, ജാതകപ്പൊരുത്തം ഉണ്ടെങ്കിൽ കേശവൻ നായർ അദ്ദേഹത്തിന് സമ്മതമാണത്രേ. കുമാര, കുമാര, കല്യാണം കഴിക്കണമെങ്കിൽ നീ മാന്ത്രികസ്ഥാനം കൈയൊഴിയണം. വടക്കേതിലെ ശേഖരനെ മന്ത്രോപദേശം കൊടുത്തേക്കും. അമ്മേ, ശേഖരന് മന്ത്രോപദേശം കൊടുക്കാൻ വയ്യെങ്കിൽ കൊച്ചുരാമന് മാന്ത്രികനാക്കും. അമ്മ പൊറുക്കണം. ഞാൻ മരിക്കും വരെ ഞാൻ തന്നെയാ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികൻ. മാന്ത്രികൻ ബ്രഹ്മചാരിയാകണമെന്നത് വെറും സങ്കല്പമാണമ്മേ. മങ്കു അമ്മയുടെ ഇഷ്ടക്കാരൻ നിന്നല്ലേ നമ്മുടെ തറവാട്ടിന് മന്ത്രസിദ്ധി കിട്ടിയത്. ഗുരുത്തദോഷി, ഗരുഡദാസന് വിവാഹ ജീവിതം പാടില്ലടാ. നീ അപകടത്തെ വിളിച്ചു വരുത്തുകയാ. എന്റെ പിതൃക്കളെ, ഈ തറവാട് നശിക്കുന്നതിന് മുമ്പായി ഇവളെ ഒന്ന് വിളിക്കണേ. അമ്മയുമായി സംസാരിച്ചില്ലേ? ഓ, കല്യാണം ഈ മാസത്തിൽ തന്നെ നടത്തരുതോ? ആയിക്കോട്ടെ, ആർഭാടം ഒന്നും വേണ്ട. തമ്പി കുടുംബസ്ഥനാകാൻ പോവുകയാണ്. പഴയ മാതിരിയുള്ള പരോപകാരമൊന്നും ഇനി പാടില്ല. മാന്ത്രിക കർമ്മങ്ങൾക്ക് നല്ല പ്രതിഫലം വാങ്ങണം. അയ്യോ, അത് പറ്റില്ല. മാന്ത്രികൻ ദക്ഷിണ പോലും വാങ്ങരുന്ന ഈ തറവാട്ടിലെ നിയമം. മാന്ത്രികന് കല്യാണം കഴിക്കാമെന്ന് തറവാട്ട് നിയമമുണ്ടോ? വരൂ ചേച്ചി, നമ്മുടെ തറവാട്ടിലെ അന്തചിത്രം ഇല്ലാണ്ടാക്കാൻ പിതൃക്കൾ കനിഞ്ഞെന്നാ തോന്നുന്നേ. നിങ്ങളെ എല്ലാരെയും കണ്ടപ്പോ എന്റെ ചങ്ക് നിറച്ച് സന്തോഷമായി. നമ്മൾ പിണങ്ങിയിരിക്കുന്നത് കാരണമല്ലേ തറവാടിന്റെ സുഹൃതം ക്ഷയിക്കണത്. എല്ലാം മറന്ന് ഇനിയുള്ള കാലമെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. വരണം, ഇരിക്കണം. മാമക്കളെ, മോനെ. പുത്തൂർ തറവാടിന്റെ മന്ത്രസിദ്ധി നശിക്കാതിരിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമല്ലേ പേരമ്മേ? കണ്ടില്ലേ തറവാട്ടാചാരം തെറ്റിച്ച് കുമാരൻ കല്യാണം കഴിക്കാൻ പോണത്. മറ്റൊരാൾക്ക് മന്ത്രോപദേശം കൊടുത്തിട്ട് അവനീ കുരുത്തക്കേട് കാട്ടട്ടെ. മോനെ, അകത്തേക്ക് പോ. ശേഖരനെ മാന്ത്രികനാക്കാൻ വയ്യെങ്കിൽ വേണ്ട. കുമാരന്റെ സ്വന്തം അനന്തരവൻ കൊച്ചുരാമന് മന്ത്രോപദേശം കൊടുക്കട്ടെ. താൻ നശിച്ച തറവാടും നശിക്കണമെന്നാ കുമാരന്റെ മനസ്സിലിരിപ്പ്. വഴക്കുണ്ടാക്കി മന്ത്രസിദ്ധി കൈക്കലാക്കാൻ പറ്റുമോ? അമ്മായി ഉപദേശിച്ചാൽ അവൻ കേൾക്കും. അങ്ങനെയാണ് ഞാനും നനച്ചിരുന്നത്. പക്ഷേ എന്താ മഹേശ്വരി, ഇന്നലെ ഞാൻ തറവാട്ടിൽ പോയിരുന്നു. എന്റെയും ചേച്ചിയുടെയും കണ്ണീര് കണ്ടിട്ടും അവന്റെ മനസ്സലിഞ്ഞില്ല. കൊട്ടാരത്തിൽ നിന്നെടുത്ത ഗ്രന്ഥങ്ങളല്ലേ ഇത്ര കാലമായിട്ടും തിരികെ വെക്കാത്തത്? പട്ടേരിയെ നേരിടാൻ പറ്റിയ ചില മന്ത്രങ്ങൾ ഇതിലുണ്ട്. ആവശ്യം കഴിഞ്ഞിട്ട് ദുർമന്ത്രവാദത്തിന് പറ്റിയ മന്ത്രങ്ങൾ അല്ലേ? ആ, അതും കൂടി ആവുമ്പോ എല്ലാം തികയും. പാമ്പ് കടിച്ചതാണോ? അതെ അമ്മച്ചി, 2 നാഴിയായിട്ടുള്ളൂ. നോക്കി നിൽക്കാതെ.
ശ്രീ പക്ഷിരാജം ഭജേ. എന്നെ ഉപേക്ഷിച്ചു ഗരുഡമൂർത്തി. ത്വം വിഷീഭവ സ്വാഹ. ത്വം വിഷീഭവ സ്വാഹ. ത്വം വിഷീഭവ സ്വാഹ. ക്രൂം ഫട് സ്വാഹ. ഓം ക്രൂം ഫട് സ്വാഹ. ഓം ക്രൂം ഫട് സ്വാഹ. ക്രൂം ഫട് സ്വാഹ. ക്രൂം ഫട് സ്വാഹ. ക്രൂം ഫട് സ്വാഹ. ഓം ക്രൂം ഫട് സ്വാഹ. ആരും ഭയപ്പെടണ്ട. അവനെ കടിച്ച പാമ്പാ അത്. കുമാര, ഇത് വേണമായിരുന്നോ? പ്രതിഫലം തരാണ്ട് പോകെ. ക്ഷമിക്കണം അങ്ങനെ. അവിടുന്ന് പ്രതിഫലം പറ്റുമെന്ന് അറിയില്ലായിരുന്നു. എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചതിന് എന്ത് തന്നാലും മതിയാവില്ല. ഇതാ, ഇത് വാങ്ങിയാട്ടെ. അത് തിരിച്ചു കൊടുക്കടാ.